ഇന്ന് നമുക്ക് 10ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ ആദ്യ അധ്യായമായ വളരെ മനോഹരവും ഹൃദയസ്പർശിയുമായ ഖിടുക്കി എന്ന കഥ മലയാളത്തിൽ കേൾക്കുകയും എളുപ്പത്തിൽ മനസ്സിലാക്കുകയും ചെയ്യാം. ഹോഷിയാർപൂരിൽ നിന്ന് എനിക്ക് ഒരു വിവാഹ ക്ഷണക്കത്ത് ലഭിച്ചു. ട്രെയിനിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. ശൈത്യകാലം വന്നു തുടങ്ങിയിരുന്നു. അതിനാൽ ഇത്തവണ AC-യിൽ യാത്ര ചെയ്യുന്നതിനു പകരം ജനറൽ കോച്ചിൽ യാത്ര ആസ്വദിക്കാൻ ഞാൻ തീരുമാനിച്ചു. ജനറൽ കോച്ചിൽ യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് എൻ്റെ ഭാര്യയും കുട്ടികളും ആദ്യം അല്പം അസ്വസ്ഥരായിരുന്നു. പക്ഷേ കുറച്ചു മടിച്ചു നിന്നതിന് ശേഷം അവർ സമ്മതിച്ചു. ഡൽഹിയിൽ നിന്ന് ഏകദേശം 8 മണിക്കൂർ യാത്രയായിരുന്നു അത്. സീറ്റുകൾ ബുക്ക് ചെയ്തിരുന്നു. അതിനാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. കുട്ടികൾ പെട്ടെന്ന് വിൻഡോ സീറ്റുകൾ പിടിച്ചു. എല്ലാ ലഗേജുകളും സജ്ജീകരിച്ച ശേഷം ഞാനും എൻ്റെ ഭാര്യയും സംസാരിക്കുന്ന തിരക്കിലായി. സഹോദരി, ജമ്മു ഷാൾ വാങ്ങൂ, ഇത് വളരെ മനോഹരമാണ്. കറുത്ത കണ്ണുകളുള്ള ഒരു കറുത്ത യുവതി വർണ്ണാഭമായ ഷാളുകളുടെ ഒരു ഭാരമേറിയ കെട്ട് വഹിച്ചുകൊണ്ട് ഭാര്യയോട് നിർബന്ധിക്കാൻ തുടങ്ങി. എത്രയാണ് വില? 250 രൂപ. ഇത്ര വിലയേറിയതോ? കൂടുതൽ മേടിച്ചാൽ ഞാനത് കുറക്കാം. എനിക്കൊരു കട തുറക്കാനാണോ? എടുക്കൂ, നിങ്ങളുടെ സഹോദരിമാർക്കും നാത്തന്മാർക്കും വേണ്ടി. ഞാൻ എൻ്റെ ഭാര്യയോട് ആംഗ്യം കാണിച്ചു. അവൾ എന്നെ തുറിച്ചു നോക്കി മിണ്ടാതിരിക്കാൻ ആംഗ്യം കാണിച്ചു. ശരി, ഞാൻ 5 പീസ് വാങ്ങിയാൽ നിങ്ങൾ എനിക്ക് എത്രക്ക് തരും? നിങ്ങൾക്ക് 200 രൂപക്ക് വാങ്ങാം സഹോദരി. ഇല്ല, ഒരു പീസിന് 100 രൂപ. സഹോദരി, 100 വളരെ കുറവാണ്. ഇത് പറഞ്ഞുകൊണ്ട് അവളുടെ തൊണ്ട ഇടറാൻ തുടങ്ങി. അവളുടെ കറുത്ത കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞു. എന്നാൽ നിങ്ങൾക്കും വേണ്ട, എനിക്കും വേണ്ട. ഒരു പീസിന് 150 രൂപ. ശരി സഹോദരി, ശരി. ഇതാ, നിറം തിരഞ്ഞെടുത്തോളൂ. കുറച്ചു നേരം ആലോചിച്ചുകൊണ്ട് അവൾ ഇത് പറഞ്ഞു. ബണ്ടിൽ ഭാര്യയുടെ മുന്നിലേക്ക് തള്ളി. എൻ്റെ ഭാര്യ 5 ഷാളുകൾ മാറ്റിവെച്ച് എന്നെ നോക്കി പണത്തിനായി ആംഗ്യം കാണിച്ചു. ഞാൻ ഉടനെ 750 രൂപ എടുത്ത് അവൾക്ക് കൊടുത്തു. അവൾ പോയതിനു ശേഷം ഭാര്യ ഇത്തരം ചിന്തയിൽ തന്നെ തുടർന്നു. അവൾ ഒറ്റയടിക്ക് 150 രൂപക്ക് സമ്മതിച്ചു. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. ഞാനത് കുറച്ചുകൂടി വിലപേശണമായിരുന്നു. എൻ്റെ ചിന്ത ഭൂതകാലത്തിൽ കുടുങ്ങിയിരുന്നു. എൻ്റെ മകളെ മടിയിൽ ഇരുത്തി ട്രെയിനിൻ്റെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു, ട്രെയിനിൽ സാധനങ്ങൾ വിറ്റ് ക്ഷീണിതനായി എൻ്റെ അച്ഛനും വീട്ടിലെത്തുമ്പോൾ ഇന്നത്തെ ആ യുവതിയുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്ന അതേ നനവ് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും ഉണ്ടായിരുന്നു.